വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടു ഒരു മൃഗത്തെ കൊന്ന് സാദരം ഭുക്വാ സുഖേന വസിച്ചത് പാദപമൂലേ ലലാഠ്യ തൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവൻ അർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതയാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്ത് തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്ന് പാർത്തിരിക്കുന്നീതുട ജാന്തികെ എന്ന് വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥ പുത്രനുണ്ടാശ്രിത വത്സല പാർത്തിരുന്നിടുന്നു ശ്രുത്വാ ഭരദ്വാജനിത്തം സമുദ്ധായ ഹസ്തേ സമാദായ സാഖ്യപാദ്യാദിയോ ഹത്വാ രഘുത്തമ സന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാരമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങൾ ആശു വടങ്ങിനാൻ. ഭാര്യാനുജാന്വിതം ആശീർവചനപൂർവം മുനി പുങ്കവനാശയാനന്ദമിയെന്നരുളി ചെയ്തു. പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മികേ മമ പർണശാലാമിമാം. യുദ്ധമുക്തോടച മാനീയ സീതയ സത്യസ്വരൂപം സഹാനുജം സാദരം. പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു, നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തവ സാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തവോദാന്തം രഘൂപതേ ഭൂതമാഗാമികം വാകരുണാതിരേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യം അനുഷനായിതു മായാഭൂതലെ. ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായത് യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടേ നിന്നതിനെന്നടോ. ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈകജാതയ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിത് ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യ കൃതാർത്ഥനായ നഖവു. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു, ശത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. യുദ്ധമന്യോന്യമാ ഭാഷണവും ചെയ്ത് തത്ര കഴിഞ്ഞതു രാത്രി മുനിയുവാൻ.